ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി എന്താ അറിയോ? ആദ്യമൊക്കെ എൻ്റെ ചാനലിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ വ്യൂസ് കുറഞ്ഞു വന്നു എന്ന് പറയുന്ന പരാതി. അതായത് ഷോർട്സിനാണ് പലരും പറയുന്നത്. ആദ്യമൊക്കെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഷോർട്സിന് വ്യൂ ഇല്ലാതായി എന്ന് പറയുന്ന പരാതി ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതേപോലെയുള്ള പരാതി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയണ്ടേ? നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ട് ആദ്യമൊക്കെ നല്ല വ്യൂസ് വന്നു. പിന്നെ പിന്നെ കുറഞ്ഞ് വന്നു. ഇതിൽ പലർക്കുമുള്ള ഡൗട്ട് ഒന്ന് ചാനൽ ഫ്രീസായോ എന്നുള്ള ഡൗട്ടാണ്. ചിലർ പറയും ചാനൽ ബാനായോ. പിന്നെ പറയും ചാനൽ സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് നോക്കി തരുമോ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് സെറ്റിങ്സിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അത് പഠിച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ പ്രശ്നത്തിലേക്ക് പോകാം. അപ്പോൾ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷോർട്സിലാണ്. ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോ നേരെ യൂട്യൂബിലേക്ക് പോയിട്ട് അത് അവരൊരു ടെസ്റ്റ് മോഡിലിടും. എന്നിട്ട് ടെസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആ ഒരു ഷോർട്ടിനെ ഉൾപ്പെടുത്തും. എന്താണ് ഈ ടെസ്റ്റ് ഗ്രൂപ്പ്? ടെസ്റ്റ് ഗ്രൂപ്പ് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റോറി, അല്ലെങ്കിൽ സ്റ്റോറി എന്നൊന്നുമില്ല, ചെറിയൊരു കഥ സംഭവം പറഞ്ഞുതരാം. അതായത് ഒരാൾ നാട്ടിലേക്ക്, ഒരു പുതിയ നാട്ടിലേക്ക് ആദ്യമായിട്ട് വന്നു. 2 ചെറുപ്പക്കാർ വന്നു. ഈ ചെറുപ്പക്കാരിൽ ഒരാൾ അവിടെ ഒരു വീടെടുത്തു. 2 പേരും വീടെടുത്തു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷേ മൂപ്പര് ആൾക്കാരുമായിട്ട് വലിയ ഇൻട്രാക്ഷനൊന്നുമില്ല എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. പക്ഷേ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ ചായക്കടയുണ്ട്, കയറി ചായ കുടിക്കും. അവിടെ കാണുന്ന ഗോപാലനേട്ടരോടും മറ്റ് ഏട്ടന്മാരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കും, സംസാരിക്കും, ഇങ്ങനെ പോവും. വരുമ്പോൾ തിരിച്ചു വരുമ്പോഴും കുറേ ആൾക്കാരെ കാണും, അവരോട് സംസാരിക്കും, പോവും. അപ്പോൾ അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ മൂപ്പര് അങ്ങോട്ട് കയറിയിട്ട് എന്താണ് നിങ്ങൾക്ക് സുഖമാണോ, എന്തുണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ എന്തായി, അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അപ്പോൾ അവരതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ പോകെ പോകെ ആ നാട്ടിൽ ഈ രണ്ടാമത്തെ വ്യക്തി കുറച്ച് പോപ്പുലറായിട്ട് മാറും. അതായത് എല്ലാവർക്കും അറിയാം. ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഇവനെ അറിയുമെന്ന് ചോദിച്ചാൽ ഓ ഇത് നമ്മൾ പയ്യനല്ലേ എന്ന് പറയും. പക്ഷേ ആദ്യത്തെ ആളെ കാണിച്ചു കൊടുത്താൽ ഇതിലൂടെ രാവിലെ പോകുന്നത് കാണാറുണ്ട്, പക്ഷേ വലിയ ഐഡിയ ഒന്നുമില്ല ആളെക്കുറിച്ച് എന്ന് പറയും. ഇതേ കാര്യമാണ് നമ്മുടെ ഷോർട്സിൽ നടക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ടെസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തും. ടെസ്റ്റ് ഗ്രൂപ്പിൽ ആരും ആവാം. ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആവാം, സബ് ചെയ്യാത്ത ആൾക്കാരാവാം, ഇപ്പോൾ റീസെൻ്റ്ലി വീഡിയോ കണ്ടവരാവാം, ആരും ആവാം. പിന്നെ നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടല്ലോ ഇത് എന്താണ് ഒരുമിച്ച് മുന്നേറുക എന്നുള്ളത്. ഈ ഒരുമിച്ച് മുന്നേറാൻ ആൾക്കാരും ആവാം. കാരണം നിങ്ങൾ സബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 100 ആൾക്കാർ നമ്മൾ ആദ്യം കൂട്ടുക. അതായത് ആദ്യത്തെ മണിക്കൂർ ഒരു 100 പേരെ ടെസ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ആക്കാം. ഈ 100 പേരുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, വീഡിയോസ് സെൻഡ് ചെയ്യും. എന്നിട്ട് ഈ 100 പേര് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കും. പിന്നെ അത് 500, 1000, 1500 എന്ന രൂപത്തിലേക്ക് എത്തും. എന്നാലും പലപ്പോഴും കണ്ടത് 1500ലേക്കാണ് ആദ്യം തന്നെ പോവുക. അതായത് പല ഷോർട്സും സ്റ്റക്ക് ആവുന്നത് ഈ 1500ൻ്റെ ഉള്ളിലുള്ള വ്യൂസിലായിരിക്കും എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ അല്ല എന്ന് പറയാം, ആണെങ്കിൽ ആണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോസ് ഇങ്ങനെ വിടുന്ന സമയത്ത് അവിടുന്ന് റെസ്പോൺസ് സിഗ്നൽസ് കളക്ട് ചെയ്യും. റെസ്പോൺസ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എത്തിപ്പെട്ട് കണ്ട ആളുകൾ ഇതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള സിഗ്നൽ യൂട്യൂബ് കണക്ട് ചെയ്യുകയും അതിൻ്റെ ബേസ്ഡാണ് അടുത്ത പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളുടെ ചാനലിൽ കിട്ടാവുന്ന സാധ്യതയുള്ള വ്യൂസ് എന്ന് പറയുന്നത് 1500 വ്യൂസിൻ്റെ ഉള്ളിൽ പലർക്കും കിട്ടാം. അത് നിങ്ങൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻഗേജ്ഡ് വ്യൂസ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ 300, 400, 500 ഉണ്ടാവും. കാരണം എൻഗേജ്മെൻറ്റ്സ് അത്രേ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ യൂട്യൂബ് 1000, 1500 പേരിലേക്ക് വീഡിയോ എത്തിച്ചിട്ടുണ്ടാവും. ഇത് തുടർച്ചയായ ദിവസങ്ങൾ നടക്കും. കാരണം നിങ്ങൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ കൃത്യമായിട്ട് 1000, 1500 വ്യൂസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിലതൊക്കെ 2000, 3000 കയറിപ്പോയി 5000, 10,000 ഒക്കെ ആവാം. അതാണ് നിങ്ങൾ പറയുന്നത് നല്ല വ്യൂസ് ചിലത് കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ റെസ്പോൺസ് സിഗ്നൽസ് വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആളുകളുടെ ഇൻട്രാക്ഷൻ വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെ പിന്നെ ആകുമ്പോൾ എന്ത് ചെയ്യും, യൂട്യൂബ് ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കാതിരിക്കുകയും കുറഞ്ഞ് വന്ന് അത് 100, 150, 200 അവിടെ കിടക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ സംഭവിക്കുന്ന കാര്യം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അടുത്ത് പറ്റിയിരിക്കുന്ന തെറ്റ്, അത് നമ്മൾ നോക്കണം. നമ്മൾ പലപ്പോഴും സെൽഫ് ബയാസ്ഡ് എന്ന് പറയും. സെൽഫ് ബയാസ്ഡ് ഞാൻ ഇന്നലെ
കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് സെൽഫ് ബയസ്ഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് 5000 10,000 വ്യൂസ് വന്നാൽ അത് പറയും നമ്മളെ കഴിവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കിടിലം വീഡിയോ ചെയ്തിട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതേ സമയത്ത് അടുത്ത ദിവസം ആ വ്യൂസ് 500 200 300 വരുമ്പോൾ നിങ്ങൾ പറയും യൂട്യൂബിലെ സെറ്റിങ്സ് ശരിയില്ല, യൂട്യൂബ് ശരിയില്ല, ആളുകൾ ശരിയില്ല എന്ന് പറയും. ഒരിക്കലും നിങ്ങൾ ശരിയില്ല എന്ന് പറയില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് വിജയത്തിനെ എടുത്തത് അതേപോലെ തന്നെ പിന്നെ ഫെയിലറിനെ നിങ്ങൾ എടുക്കണം. അതായത് ഫെയിലർ സംഭവിച്ചാൽ ആ ഫെയിലറിന് പിന്നിൽ ഞാൻ തന്നെയാണ്, എന്തോ എനിക്ക് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ പ്രശ്നം ശരിയാക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടെത്തിയ പ്രശ്നമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോൺസ് സിഗ്നൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഒരു ഷോർട്ടിൻ്റെ റെസ്പോൺസ് സിഗ്നൽ കൂട്ടാൻ പറ്റുന്ന 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% ഗ്രോത്ത് ഉണ്ടാവും. 100% തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റുന്നതുകൊണ്ടാണ് ആ തുടക്കത്തിൽ 50% എന്ന് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൽ പോയിൻ്റ് 1, ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഷോട്ടിൻ്റെ ആദ്യത്തെ 3 സെക്കൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതായത് ആ 3 സെക്കൻഡിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്തിന് കാണണം എന്നുള്ള രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു ഹൂക്ക് അവിടെ കൊടുത്തിരിക്കണം. ഹൂക്ക് അറിയാത്തവരെന്ത് ചെയ്യുക, ഇത് കുത്തിയിരുന്ന് കണ്ടുപിടിക്കുക, ChatGPT ഉപയോഗിക്കാം. നിങ്ങളുടെ വീഡിയോനെ മൊത്തത്തിൽ ആശയത്തിനെ എന്ത് ചെയ്യുക, വളരെ ചുരുക്കിയിട്ട് അവതരിപ്പിക്കാം. അങ്ങനെ എന്തുമാവാം. ആളുകൾക്ക് ഹൂക്ക് ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ആദ്യത്തെ 3 സെക്കൻഡ്സിൽ കാണിച്ചിരിക്കണം ഷോർട്സ് ചെയ്യുന്നവർ. ഇതാണ് ആദ്യത്തെ കാര്യം. പക്ഷേ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണെന്ന്. അത്ര സിമ്പിളൊന്നുമല്ല, ഭയങ്കര ടഫാണ്. അപ്പം നിങ്ങളിത് കണ്ടുപിടിച്ചാൽ, വൺസ് നിങ്ങളിതിൽ മാസ്റ്ററായാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അതാണ് ഹൂക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആളുകളെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിർത്തിക്കുക. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോക്ക് ഒരു കഥയുണ്ടായിരിക്കും. കഥ പറഞ്ഞാൽ നമ്മൾ ബാലരമയിലെ കഥയോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കഥയോ ഒന്നുമല്ല. കഥയുടെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ചെറിയൊരു ഫോർമാറ്റ്. ഒരു ഹീറോ ഉണ്ടാവും. ഹീറോ പറഞ്ഞാൽ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ കുട്ടിയായിരിക്കാം, ആരായിരിക്കാം. ഈ ഹീറോയ്ക്ക് ഒരു പ്രശ്നത്തെ നേരിടുന്നു. അപ്പോൾ ആ ഹീറോ നേരിടുന്ന പ്രശ്നത്തെ ആ ഹീറോ എല്ലാം ബുദ്ധിമുട്ടി എങ്ങനെ സോൾവ് ചെയ്യുന്നു. ആ സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള മെസ്സേജ് കാണുന്ന ആളുകൾക്ക് എങ്ങനെ ഗുണം ചെയ്യും. ഈ ഫോർമാറ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് ഒരു ഹീറോ ഉണ്ടാവും, ഹീറോൻ്റെ സ്ട്രഗിൾ ഉണ്ടാവും, ആ സ്ട്രഗിളിനെ അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രീമിനെ അച്ചീവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. ഇതെന്തും ആവാം. ഇപ്പം അടുക്കളയിൽ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു, മൊത്തം കറി മറിഞ്ഞു, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എന്തും ആവാം. നിങ്ങൾ ക്രിയേറ്റിവിറ്റി ആവാം. അവിടെയാണ് നിങ്ങൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് ഞാൻ പറഞ്ഞു സ്റ്റോറിയിലൂടെ കൊണ്ടുവരിക. അത് റിട്ടൻഷൻ സിഗ്നൽ കൂട്ടാനുള്ള സംഭവമാണ്. അതിൻ്റെ രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിൽ തന്നെ സബ് കാറ്റഗറി ഉണ്ട്. അതായത് ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ റിട്ടൻഷൻ സിഗ്നൽസിനെ ഇൻക്രീസ് ചെയ്യാനുള്ള വഴികളിൽ ആദ്യത്തെ ഒന്ന് സ്റ്റോറി ടെല്ലിംഗ് ആണ്. രണ്ടാമത്തെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ജംപ് കട്ട്സ് പോലെയുള്ള പരിപാടി ഉപയോഗിക്കുക. ജംപ് കട്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ജംപ് കട്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു, അതായത് ഇപ്പം കൂടുതൽ ആളുകൾ കുക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് കുക്കിംഗ് ബേസ്ഡായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഒരു മുട്ട തിളപ്പിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ മുട്ട തിളപ്പിക്കുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ടും ടൈം എടുക്കുന്നത് 6 മിനിറ്റെങ്കിലും എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ത്രൂ ഔട്ട് ഇങ്ങനെ മുട്ട തിളക്കുന്നത് കാണിക്കാതെ എന്ത് ചെയ്യുക, കട്ടായിട്ട് എടുക്കുക. അതായത് ആദ്യം അത് വെക്കുന്നു, കട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഹാഫ് വെച്ച് കട്ട് ചെയ്യുക, പിന്നെ അവസാനം കട്ട് ചെയ്യുക. അതുപോലെ കട്ടായിട്ടുള്ള ഷോർട്സിനെയാണ് ജംപ് കട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ത്രൂ ഔട്ട് പറയുന്ന പ്രോസസ്സിനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആൾ ഇവിടുന്ന് നടക്കുന്ന സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വരെയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം ഒരു വീഡിയോ ഒരു ഫ്രെയിം കട്ട് ചെയ്തു, പിന്നെ ഇവിടുന്ന് കട്ട് ചെയ്തു, പിന്നെ അവസാനം കട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ടക്ക് എന്ന് പറഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തി. പക്ഷേ മറ്റേത് എന്ത് ചെയ്യും, സ്ലോലി നടന്നു വരുന്നതാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കട്ട്സാണ് ജംപ് കട്ട്സ്. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. ജംപ് കട്ട്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ കുറേ ലോങ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി പറഞ്ഞു ജംപ് കട്ട്സ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതും നല്ലൊരു വഴിയാണ്. കാരണം ആളുകൾ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളും. ഇനി ഇതിൽ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് ക്യാപ്ഷൻസ് ആഡ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ സംസാരിക്കുന്നത് എന്താണോ അത് എഴുതി കാണിക്കുക. അപ്പോൾ ആളുകളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇത് വായിക്കാനും നിങ്ങൾ കേൾക്കാനും രണ്ടിനും കൂടി ടൈം കണ്ടെത്തും. അപ്പോൾ രണ്ടും കൂടിയിട്ട് പെട്ടെന്ന് അങ്ങ് പ്രോസസ്സ് ആവില്ല. അപ്പോൾ ഈ സമയം അവർ ആലോചിച്ച് നിൽക്കുന്ന സമയം നിങ്ങൾ 30 സെക്കൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 50 സെക്കൻഡ് ആണ്, ആ 50 സെക്കൻഡിലേക്ക് റിട്ടൻഷൻ പോകും. അതായത് അത്രയും സമയത്തേക്ക് ആളുകൾ കണ്ടിരിക്കും.
യൂട്യൂബ് എന്താ വിചാരിക്കുക, ആൾക്കാർ ഇത്രയും കണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതങ്ങ് പുഷ് ചെയ്യാം, അടിച്ച് പുഷ് ചെയ്തോളൂ. ഇതൊക്കെ ഓരോ സൈക്കോളജിക്കൽ ട്രിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തായാലും സക്സസ് ആവുന്ന ട്രിക്കാണ്. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് മൂന്നാമത്തെ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് പുഷാണ്. എൻഗേജ്മെൻറ്റ് പുഷിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെടുമെങ്കിലും കമൻറ്റ്, ലൈക്ക് ഒക്കെ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുക? ഞാൻ ആദ്യം നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തന്നില്ലേ, 2 പേരുടെ കഥ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ 2 പേരും ഒരേ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നാണ്. 2 പേർക്കും കിട്ടുന്ന കമൻറ്റ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ ഒന്നും മിണ്ടാതെ ഒരു വഴിക്കൂടെ പോയി, എല്ലാവരും അതേപോലെ പോയി. രണ്ടാമത്തെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ നേടി. ഇതേ ഫോർമാറ്റാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതായത് നിങ്ങൾ ആളുകൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നൽകണം, അല്ലെങ്കിൽ ആരും പ്രതികരിക്കില്ല. ആളുകൾ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അവർക്ക് പ്രതികരിക്കാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു ഹിൻ്റ് അവിടെ കൊടുക്കണം. എന്നാലല്ല, ഇപ്പോൾ നമ്മളായാൽ പോലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ ആരെങ്കിലും വീട്ട് ഏട്ടാ ഇവിടെ പിന്നെ എവിടെയാണ് ക്യാൻറ്റീൻ എന്ന് ചോദിച്ചാലല്ലേ നമ്മൾ ക്യാൻറ്റീൻ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ വൈകി പോകുന്ന ഒരാളോട് ഇപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയും, അവനെന്തോ മാനസികമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയും. അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദ്യങ്ങൾ നൽകുക, എന്നിട്ട് ഉത്തരങ്ങൾ കമൻ്റായിട്ട് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും. ഈ വീഡിയോ ഒക്കെ എൻഗേജ്മെൻറ്റ്സ് കിട്ടും, ആളുകൾ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഈ പുഷ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും വീഡിയോ ചെയ്യാറുണ്ടെങ്കിലും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ഇനി നമുക്ക് ഫൈനൽ നാലാമത്തത് പറയാം. നാലാമത്തെ ഉടായിപ്പ് ട്രിക്കാണ്. നിങ്ങളെ ഷോർട്സിൻ്റെ ടൈം, കാര്യമായിട്ട് മെസ്സേജൊന്നും ഇല്ലെങ്കിൽ ഷോർട്സിൻ്റെ ടൈം കുറക്കുക. അതായത് ഒരു 15-20 സെക്കൻഡിൻ്റെ ഉള്ളിലേക്ക് കുറക്കുക. ഇങ്ങനെ കുറക്കുമ്പോൾ ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ടൈം പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോഴേക്ക് നമ്മൾ കാര്യങ്ങളിങ്ങനെ വീഡിയോസൊക്കെ റൺ ചെയ്ത് പോകും. പക്ഷേ ഇതിലും 3 സെക്കൻഡ് ഹൂക്ക് നിങ്ങൾ ചെയ്യണം കേട്ടോ. 3 സെക്കൻഡ് ഹൂക്ക് ചെയ്താലല്ലേ അത്രയും സമയം ആളുകൾ ഇരിക്കുള്ളൂ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കൂടെ ആൾക്കാർ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 15 സെക്കൻഡ് കൊണ്ട് കഴിയും. അപ്പോൾ ഇതിനൊരു പുഷ് കിട്ടും. ഏറ്റവും നല്ലത് കുറച്ച് സമയം അധികം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നല്ല ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം അധികം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാലും പെട്ടെന്നുള്ള പുഷിന് ഇത് ഉപകരിക്കും. ഇതിന് കൂടെ അഡീഷണലായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തമ്പനയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ തമ്പനയിൽ ഡിസൈൻ ചെയ്തിട്ട് ആദ്യവും അല്ലെങ്കിൽ അവസാനം എവിടെയെങ്കിലും ജസ്റ്റ് ആ ഒരു ഇമേജ് മാത്രം പ്ലേസ് ചെയ്ത് വെച്ചാൽ അത് കുറച്ച് സെക്കൻഡ്, എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് തമ്പനയിൽ ഇട്ടാലും അത്യാവശ്യം നല്ലപോലെ വ്യൂസ് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ച് പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയാം, എങ്ങനെയുണ്ട്, വർക്കിംഗ് ആണോ അല്ലോ എന്നുള്ളത്. വർക്കിംഗ് ആവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, ഷോർട്സ് ഇടുന്നവർ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് വെക്കുക. നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്താലേ എൻ്റെ ചാനലിൻ്റെ വീഡിയോസും അത്യാവശ്യം ആളുകളിലേക്ക് എത്തിപ്പെടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത്യാവശ്യമാണ്. പലരും കണ്ടിട്ട് ജസ്റ്റ് പോകുന്ന എല്ലാവരും സബ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.